ഹായ്. അഭിഷൻ ജീവത് ആദ്യമായി സംവിധാനവും രചനയും നിർവഹിച്ച് 2025 ഒരു സൂപ്പർ സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് ടൂറിസ്റ്റ് ഫാമിലി. ചിത്രത്തിൽ എം ശശികുമാർ, മിഥുൻ ജയശങ്കർ, രമേശ് തിലക്, ഭഗവതി പെരുമാൾ, യോഗി ബാബു, MS ഭാസ്കർ, സിമ്രൻ, കമലേഷ് തുടങ്ങിയവരൊക്കെ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ അടുത്തിറങ്ങിയ ഒരുപാട് സിനിമകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല നല്ല ഇമോഷൻ സീനുകളുണ്ട്. പിന്നെ അതിലിടക്ക് നല്ല കോമഡി, ആ ഇമോഷനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ചെറിയ കോമഡി സാധനങ്ങളൊക്കെ, ഒരു പട്ടക്കം പോലെ പൊട്ടിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സീനുകളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ടൂറിസ്റ്റ് ഫാമിലി. നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് എന്തായാലും ലാസ്റ്റ് കമന്റിൽ അറിയുന്നുണ്ടോ. അപ്പോൾ ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് M ശശികുമാർ ആണെങ്കിൽ അങ്ങേരുടെ ഒരു ആക്ടിങ്, പിന്നെ നമ്മുടെ സിമ്രാനെ കുറിച്ചൊന്നും പറയണ്ട. സിമ്രാന്റെ പിന്നെ അതിലൊരു ചെറുതിന്റെ പേര് തോന്നുന്നു കമലേഷ് എന്നാണ് തോന്നുന്നു പേര്. ആ ചെറുതിന്റെ ഒരു ആക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എന്താ പറയാ, ഓരോ ആൾക്കാരും ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ ഒരാളെ പോലും നമുക്ക് മോശം പറയാൻ പറ്റാത്ത ഒരു ഡയറക്ഷനാണ് നമ്മുടെ അഭിഷൻ ജീവത് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അത്രയും നല്ല വൃത്തിക്ക് എടുത്തിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയണം ടൂറിസ്റ്റ് ഫാമിലി. കാരണം നമുക്ക് മോശം പറയാൻ എന്തെങ്കിലും വേണ്ടേ? എനിക്ക് ഈ സിനിമ കണ്ടിട്ട് മോശം പറയാൻ ഒരു സീന് പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പല സിനിമകളും കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു സാധനം വീണ് കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് പറയും, അത് ഭയങ്കര അലമ്പായി പോയി എന്നുള്ളത്. പക്ഷെ ഈ സിനിമ 2 മണിക്കൂറുണ്ട്. ഈ 2 മണിക്കൂറിൽ ഒരു സീൻ പോലും എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഇതിന്റെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഫാമിലി ഇവര് ശ്രീലങ്കയിൽ നിന്നും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിരിച്ചു വരുന്നതാണ് തമിഴ്നാട്ടിലോട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യോഗി ബാബു ഉണ്ട്. യോഗി ബാബു അവരുടെ ഫാമിലി, അതായത് സിമ്രാന്റെ ചേട്ടനാണ് യോഗി ബാബു. അപ്പോൾ അവര് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് വന്നതിന് ശേഷം ഇന്ത്യൻ പൗരനാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നമ്മുടെ യോഗി ബാബു. അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിലാണ്, അതായത് വീടിന്റെ മേലെയാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ആദ്യം ഇവർക്ക് അത് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ തന്നെ നിൽക്കും. പിന്നെ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശശികുമാർ, ഇതിലെ നായകൻ, അവിടെയുള്ള ഒരാളെടുത്ത് പോകുന്നുണ്ട്. അവിടെ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ യോഗി ബാബു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രീലങ്കനാന്നുള്ളത് ആരും അറിയരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നുണ്ട്. എല്ലാവരോടും അവരെവിടെ നിന്നാണ് വന്നത്, എന്താണ് എന്നുള്ളതൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്. അതിലിടക്ക് അവിടെ സ്ഥലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പേരിൽ ഈ ശ്രീലങ്കൻ ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരന്വേഷിക്കാൻ വരുന്ന കുറച്ച് സീനുകളും ഇമോഷൻസും, എന്താ പറയാ, ഒരുപാട് ഇമോഷൻ സീനുകൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് സമയത്ത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതൊന്നും സീനുകളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ചില സീനുകളൊക്കെ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയി. ഇപ്പം അടുത്തൊന്നും ഞാനൊരു മൂവീസ് കണ്ടിട്ട് അങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സിനിമ കണ്ടപ്പോൾ അത്യാവശ്യം സീനുകളിലൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത്രയും ആ ഒരു ഇമോഷൻസ് കൊണ്ടുവരാൻ നമ്മുടെ അഭിഷൻ ജീവത് എന്ന് പറയുന്ന ഈ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അത്രയും നല്ലൊരു സിനിമ കൂടിയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, ആരെങ്കിലും കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടോളൂ. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി നടന്നത്. നമ്മൾ ആ ഒരു ഫാമിലിയെ കണ്ടാൽ വിചാരിക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരതിനെ തരണം ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾക്കും ഇതിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ അതിനൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുക ഫീലൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും. എന്തായാലും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ലിസ്റ്റിൽ, അതായത് നല്ലൊരു ഗുഡ് മൂവി എന്നുള്ള ഒരു ലിസ്റ്റിൽ ഞാൻ ഇടം ചേർക്കുന്ന ഒരു സിനിമ കൂടിയായിട്ടാണ് ടൂറിസ്റ്റ് ഫാമിലി മാറിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ കണ്ടവരെന്തെങ്കിലും കമന്റ് അറിയിക്കുക, കാണാത്തവർ വേഗം പോയി ഈ സിനിമ കണ്ടു. നല്ല പടമാണ്. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.